സോ നമ്മൾ സെക്കൻഡ് ഭാഗം ജീൻ എക്സ്പ്രഷന്റെ സെക്കൻഡ് ഭാഗമാണ് ട്രാൻസ്ലേഷൻ. അതായത് ഫ്രം mRNA പ്രോട്ടീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബ്രീഫ് ആയിട്ട് മതി എന്നാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയണതിന്റെ അത്രയും എഴുതിയില്ലെങ്കിലും അതിന്റെ ഒരു സമ്മറി മാത്രം എഴുതിയാൽ മതി കേട്ടോ. കാരണം ബ്രീഫിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിലബസിൽ. മറ്റേ ട്രാൻസ്ക്രിപ്ഷൻ ആണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ദിസ് ഈസ് ബ്രീഫ്. പക്ഷെ ഞാനിപ്പൊ ടൈപ്പ് ചെയ്ത് ഇതിലുള്ള കാര്യം അത്രയ്ക്ക് ബ്രീഫ് അല്ല, കുറച്ച് പറഞ്ഞു തരണമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ സമ്മപ്പ് ചെയ്തിട്ട് ഒന്ന് പഠിക്കുക. ടെക്സ്റ്റിൽ കുറെ കിടക്കുന്നുണ്ട്, അത്രയ്ക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് എന്താണ് പ്രോട്ടീൻ, ഒരു mRNA പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ mRNA സുന്ദരക്കുട്ടപ്പനായിട്ട് സൈറ്റോപ്ലാസത്തിൽ എത്തി. സോ സൈറ്റോപ്ലാസത്തിലാണ് ട്രാൻസ്ലേഷൻ നടക്കണ, പ്രോട്ടീൻ ഫോർമേഷൻ. അപ്പൊ അവിടെ സഹായിക്കുന്ന ആളാണ് റൈബോസോം. വേറൊരു സെൽ ഓർഗനലും കൂടെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റൈബോസോം. പിന്നെ ഈ mRNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേറൊരു RNAയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, tRNA, ട്രാൻസ്ഫർ RNA. കാരണം ഈ അമിനോ ആസിഡ് നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഡൈജഷൻ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ ഫുഡ് അവസാനം ഡൈജസ്റ്റ് ചെയ്ത് അതിന്റെ യൂണിറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ആയിട്ട് മാറുന്നു. ഇതെല്ലാം നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാ അമിനോ ആസിഡുകളും ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ ഇനി ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ എന്താ, ഈ നമ്മുടെ ശരീരത്തിലുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഈ സീക്വൻസ് വായിച്ച് ട്രിപ്ലറ്റ് കോഡോൺ വായിക്കും. AUG എവിടെ, മെത്തിയോണിൻ എവിടെ, ഓക്കെ മെത്തിയോണിൻ എടുത്തു. അടുത്തത് ഏതാ, അടുത്ത 3 വായിക്കും. ഓക്കെ ഫിനൈൽ അലനിൻ, അത് ജോയിൻ ചെയ്തു. അങ്ങനെ ഓരോ സീക്വൻസുകൾ ഇപ്പൊ mRNAയിൽ ഇങ്ങനെ സീക്വൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ DNA ഉള്ളത് ഇപ്പൊ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വഴി സീക്വൻസ് mRNAയിൽ ആക്കിയിട്ടുണ്ടായിരിക്കും. ആ സീക്വൻസുകൾ വായിച്ച് മൂന്നെണ്ണം വായിച്ച് അത് ഏത് അമിനോ ആസിഡിനെയാണോ റെപ്രസെന്റ് ചെയ്യണത് ആ അമിനോ ആസിഡിനെ എടുത്തുകൊണ്ടുവന്ന് റൈബോസോമിൽ വെച്ച് മാല കോർക്കണ പോലെ കോർത്ത് എടുക്കുകയാണ് പണി. ആ എടുത്ത് അമിനോ ആസിഡിനെ പൊക്കിക്കൊണ്ടുവരുന്ന RNA ആണ് tRNA, ട്രാൻസ്ഫർ RNA. മെസ്സേജ് എവിടെയാ കിടക്കുന്നത്? mRNAയിലെ മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി ഓരോ കറസ്പോണ്ടിങ് അമിനോ ആസിഡിനെ എടുത്തോണ്ട് വന്ന് റൈബോസോമിൽ വെച്ച് മാല കോർത്തെടുക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ലേഷന് വേണ്ട സാധനങ്ങൾ? ഇപ്പൊ നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്സ് വേണം ഇല്ലേ? ഈ അമിനോ ആസിഡ്സ് സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മുടെ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരം വലിച്ചെടുത്തുണ്ടാവും, അബ്സോർബ് ചെയ്ത് നമ്മുടെ സെൽസിലൊക്കെ അമിനോ ആസിഡിന്റെ പൂൾ ഉണ്ടായിരിക്കും. ഒരുപാട് ഭക്ഷണത്തിൽ നിന്നും നമ്മൾ കഴിക്കുന്ന സംഭവങ്ങളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഡൈജഷൻ നടന്ന അമിനോ ആസിഡ്സ് ഉണ്ടാവും. ചില അമിനോ ആസിഡ്സ് പല മെറ്റബോളിക് പ്രോസസ്സിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താണെങ്കിലും ശരീരത്തിൽ അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അമിനോ ആസിഡ്സ് എന്തായാലും വേണം. പിന്നെ നമുക്ക് DNA മെസ്സേജ് ആയിട്ട് വന്ന mRNA വേണം. പിന്നെ അമിനോ ആസിഡ്സിനെ പെറുക്കി കൊണ്ടുവരാനായിട്ട് tRNAs വേണം. പിന്നെ ഇതിനെ സഹായിക്കാനായിട്ട് റൈബോസോം വേണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി വേണം, വേറെ പല എൻസൈംസ് വേണം, പല പ്രോട്ടീൻസിന്റെ സഹായം, ഫാക്ടേഴ്സ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പൊ അതിനൊക്കെ കുറെ സഹായിക്കണ പല പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ഒക്കെ വേണം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാലാണ്, ഇവരെല്ലാവരും ഉണ്ടെങ്കിലാണ് ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് നടക്കുക കേട്ടോ. കണ്ടോ, ഇതാണ് tRNAയുടെ സ്ട്രക്ചർ. mRNA എന്ന് പറയുന്നത് ഒരു നീണ്ടിട്ടുള്ള സ്ട്രക്ചർ ആണ്. tRNA, ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടോ, ഒരു ലൂപ്ഡ് ആയിട്ടുള്ള, ഇതിനെ ക്ലോവർ ലീഫ് പാറ്റേൺ എന്നൊക്കെയാണ് പറയുക. അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പിന്നെ മോളിക്കുലാർ ഭാഗം പഠിക്കുമ്പോൾ പിന്നെ പഠിച്ചോളും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ അമിനോ ആസിഡ്സിന്റെ അറ്റത്തും ഇങ്ങനെ ഒരു റീജിയൻ ഉണ്ട്, ആന്റി കോഡോൺ. അപ്പൊ അത് mRNA ഇങ്ങനെ വായിക്കും. AUG മൂന്നെണ്ണം വെച്ചിട്ട് വായിക്കുമ്പോൾ ഓരോ ഇപ്പൊ GAG എന്ന് പറഞ്ഞ ഒരു സീക്വൻസിന് അവിടെ വായിക്കാനായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള Gക്ക് പകരം C, Aക്ക് പകരം U, Gക്ക് പകരം C ആയിട്ടുള്ള ഒരു എന്താ പറയാ tRNA വരുന്നു. ഓക്കെ, എനിക്ക് മനസ്സിലാവും. അപ്പൊ ഇത് വായിച്ചു കഴിയുമ്പോൾ ഏത് അമിനോ ആസിഡാ കൊണ്ടുവരണ്ടേന്നുള്ളത് അതിന് മനസ്സിലാവും. അത് ആ അമിനോ ആസിഡ് പൊക്കിക്കൊണ്ടുവരും. അങ്ങനെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. mRNAയിലെ ഓരോരോ ജനറ്റിക് ട്രിപ്ലറ്റ് കോഡോൺ വായിച്ച് ഏത് അമിനോ ആസിഡ് ആണോ വേണ്ടത് ആ അമിനോ ആസിഡിനെ ഓരോരോ tRNAകൾ എടുത്തോണ്ട് വരും. ഓരോ അമിനോ ആസിഡിനെ എടുക്കാനും ഓരോരോ tRNA ഉണ്ട്. അല്ലാതെ ഒരു tRNA പോയിട്ട് എല്ലാ അമിനോ ആസിഡിനെയും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരല്ല. അപ്പൊ മെത്തിയോണിനാണെങ്കിൽ മെത്തിയോണിനെ മാത്രം എടുത്തുകൊണ്ട് വരുന്ന tRNA ഉണ്ടാവും, അവർ പോയി എടുത്തിട്ട് വരും. ഫിനൈലാലനിൻ ആണെങ്കിൽ അതിനെ മാത്രം എടുക്കുന്ന tRNA ഉണ്ടാവും. അതായത് ഓരോ അമിനോ ആസിഡിനും
എടുക്കാനായിട്ട് ഓരോരോ സ്പെഷ്യൽ ആയിട്ടുള്ള tRNAs ഉണ്ട്. വലിയ ആൾക്കാരാണ്, ആരുടെയും കൂടെ ഒന്നും പോകില്ല, അവരവരുടെ ആൾക്കാരുടെ കൂടെ മാത്രമേ പോവുള്ളൂ. അപ്പൊ ഈ പിക്ചറിൽ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. അപ്പൊ എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ, എന്തൊക്കെയാണ്? ഒരു mRNA വേണം. mRNAക്ക് എന്തുണ്ടായിരിക്കും? സ്റ്റാർട്ട് ചെയ്യണ ഒരു ഭാഗം ഉണ്ടായിരിക്കും, സ്റ്റോപ്പ് ചെയ്യണ ഒരു ഭാഗം ഉണ്ടായിരിക്കും. നമ്മൾ ജനറ്റിക് കോഡ് പഠിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് കോഡോൺ AUG, മെത്തിയോണിനെ കോഡ് ചെയ്യണ AUG. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് UAG, UAA എന്നൊക്കെ പറഞ്ഞിട്ട് 3 തരത്തിലുള്ളത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇപ്പൊ നോക്കൂ, ഈ mRNAയുടെ ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ടത്. പിന്നെ വേണ്ടത് ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞു റൈബോസോം വേണമെന്ന് പറഞ്ഞു. റൈബോസോമിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു വലിയ യൂണിറ്റും ഉണ്ട്, ഒരു കുഞ്ഞു യൂണിറ്റും ഉണ്ട്. 2 ഭാഗങ്ങളാണ് റൈബോസോമിനുള്ളത് കേട്ടോ. ലാർജർ സബ് യൂണിറ്റും സ്മോളർ സബ് യൂണിറ്റും. അപ്പൊ അത് വന്നിട്ട് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ലാർജർ mRNAയുടെ മുകളിലും സ്മോളർ mRNAയുടെ താഴെയും, കണ്ടില്ലേ, ബൈൻഡ് ചെയ്തിരിക്കും. പിന്നെ AUGക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNAയുടെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അപ്പൊ എക്ക് പകരം ഇതെങ്ങനെ കറസ്പോണ്ടിങ്, ഈ ഒരു AUG നമ്മൾ പറഞ്ഞു എപ്പോഴും ഫസ്റ്റത്തെ അമിനോ ആസിഡ് ഏതാ? മെത്തിയോണിൻ. മെത്തിയോണിന് എടുത്തോണ്ട് വരേണ്ട tRNA സ്പെഷ്യലൈസ്ഡ് ഫോർ മെത്തിയോണിൻ, അത് കറക്റ്റ് ആയിട്ട് അത് മെത്തിയോണിൻ തന്നെയാന്ന് എങ്ങനെയാ മനസ്സിലാവുക? ഇവിടെ A ആണെങ്കിൽ ഈ tRNAക്ക് U ആയിരിക്കും. കാരണം നോർമലി T ആണ് വരിക, പക്ഷെ ഞാൻ പറഞ്ഞു RNAകളിൽ ഒരിക്കലും തൈമിൻ ഉണ്ടാവില്ല, യുറാസിലായിരിക്കും. അപ്പൊ U വന്നു, യുക്ക് പകരം, അതായത് യുറാസിലിന് പകരം A വന്നു, ജിക്ക് പകരം C. അപ്പൊ അതാ ഇവര് തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആണ്, മാച്ച് ആണ്. അപ്പൊ ഇയാള് പോയിട്ട് ആരേത് എടുത്തോണ്ട് വന്നിട്ട് മെത്തിയോണിന് എടുത്തോണ്ട് വന്നു, വേഗം മെത്തിയോണിന് വെച്ചു. ഇനി അടുത്ത 3 വായിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെയുള്ള ആന്റികോഡോൺ ഉള്ള tRNA പോയിട്ട് അതിന്റെ അമിനോ ആസിഡിന് കണ്ടോ. സോ ട്രാൻസ്ലേഷണൽ കോംപ്ലക്സ്, ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു കോംപ്ലക്സ്. അവിടെ എന്തൊക്കെയുണ്ട്? ഒരു mRNA ഉണ്ടായിരിക്കും, സ്മോളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റും ഉള്ള എൻറ്റയർ റൈബോസോം ഉണ്ടായിരിക്കും. പിന്നെ കറസ്പോണ്ടിങ് tRNA വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും എവിടെ? സ്റ്റാർട്ട് കോഡോണില്. ഇനി ഇത് ഈ റൈബോസോം ഇങ്ങനെ നീങ്ങും, കണ്ടോ ഡയറക്ഷൻ കണ്ടോ, 5' to 3' എല്ലാം 5' 3' ഡയറക്ഷൻ ആണ്. അതിങ്ങനെ നീങ്ങുമ്പോൾ പുതിയത് വായിക്കുമ്പോൾ ഓരോന്ന് വായിക്കുന്നതിനനുസരിച്ചിട്ട് അതിന് വേണ്ട അമിനോ ആസിഡിനെ ചുമന്നിട്ട് ഡിഫറെന്റ് tRNA വരും. അതിങ്ങനെ ഒന്നിന്റെ പിന്നാലെ ഇതിങ്ങനെ മുത്ത് കോർക്കണ പോലെ ആഡ് ചെയ്ത് അവസാനം സ്റ്റോപ്പ് കോഡോൺ എത്തും. UAG സ്റ്റോപ്പ് കോഡോൺ എത്തി. ഇനി അങ്ങോട്ട് നീങ്ങി പോകേണ്ട ആവശ്യമില്ല, ഇത്രയും ഉണ്ടാക്കിയാൽ മതി. പ്രോട്ടീൻ ഉടനെ ഇത് പുറത്തേക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിരുന്നത് റിലീസ് ചെയ്യും, കണ്ടോ, കംപ്ലീറ്റഡ് പോളിപെപ്റ്റൈഡ് ഈസ് റിലീസ്ഡ്. അപ്പോൾ ആദ്യം ഇതെല്ലാം വന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോസസ്സിന് ഇനീസിയേഷനും, ഇതിങ്ങനെ നീങ്ങി ഓരോ സീക്വൻസ് ജനറ്റിക് കോഡ് വായിച്ച് അതിൽ നിന്നും ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അമിനോ ആസിഡ് കൊണ്ടുവന്ന് യോജിപ്പിച്ച് പോളിപെപ്റ്റൈഡ് ആക്കണേനെ ഇലോങ്ങേഷനും ഫൈനലി സ്റ്റോപ്പ് കോഡോൺ എത്തി സ്റ്റോപ്പ് ചെയ്യണ പ്രോസസ്സിന് ടെർമിനേഷൻ. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പോലെ തന്നെയാണ് ഈ 3 സ്റ്റെപ്സ് കേട്ടോ. ഇലോങ്ങേഷൻ, ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. സോ ഇനീസിയേഷൻ നടക്കുന്നത് എപ്പോഴും AUG, ആ കാര്യങ്ങൾ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. AUG വിച്ച് റെപ്രസെന്റ്സ് ദ മെത്തിയോണിൻ. അപ്പൊ ഫസ്റ്റ് tRNA വന്നിട്ട് AUGനെ ആന്റികോഡോൺ ഉള്ള tRNA വന്നിട്ട് മെത്തിയോണിനെ കൊണ്ടുവരുന്നു. കണ്ടോ, ഫസ്റ്റത്തെ മെത്തിയോണിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പൊ ഇനീസിയേഷൻ തുടങ്ങണ സ്റ്റെപ്സ് ആണ്. റൈബോസോമൽ യൂണിറ്റ് ബൈൻഡ് ചെയ്യുന്നു, ഇനീഷ്യേറ്റർ tRNA കൊണ്ടുവരുന്നു മെത്തിയോണിനെ, ലാർജ് സബ് യൂണിറ്റ് ബൈൻഡ് ചെയ്യുന്നു. GTP ആണ് എനർജി മോളിക്യൂൾ. നമ്മൾ പറഞ്ഞ എനർജിക്ക് ആള് വേണം, GTP ആണ്, ATP അല്ല GTP ട്ടാ. അപ്പൊ അതന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മൂവ്സ് ഇൻ 5' 3' ഡയറക്ഷൻ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പുതിയ അമിനോ ആസിഡ്സ് ഉണ്ടായി വരുന്ന പോളിപെപ്റ്റൈഡ് ചെയിനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, അപ്പൊ ആദ്യം തന്നെ ഇതാ നമ്മുടെ mRNAയിൽ വന്ന് റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്തു, ലാർജർ സബ് യൂണിറ്റ് ബൈൻഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എൻസൈംസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഉള്ളിൽ tRNA വന്ന് ഇങ്ങനെ കൊടുത്തതിനനുസരിച്ച് ഇതേ പ്രോട്ടീന്റെ നീണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും പ്രോട്ടീൻ ഇവിടെ എത്തിയപ്പോ സ്റ്റോപ്പ് കോഡോൺ ആണ്, ഇനി അങ്ങോട്ട് പോണില്ല. അപ്പൊ വീണ്ടും നമ്മുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലാർജറും സ്മോളർ സബ് യൂണിറ്റും സെപ്പറേറ്റ് ചെയ്തവര് നാട് വിടുന്നു. പണി കഴിഞ്ഞില്ല, ഇനി അവര് പണി ഉണ്ടാക്കിയ ആളേനെയും റിലീസ് ചെയ്തു. അപ്പൊ അതാണ് when stop codon is encountered, polypeptide is released and ribosome dissociates and the process of translation is completed when stop codon is reached.
ഓക്കെ, അതന്നെയാണ് ഈ പറയണത് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും സമ്മറി ആണ്, നിങ്ങൾക്ക് വളരെ ബ്രീഫ് ആയിട്ടാണ് ട്രാൻസ്ലേഷൻ ചോദിച്ചിട്ടുള്ളൂ. എപ്പോഴും സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ UAA, UAG, UGA ഇതിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യൂ കേട്ടോ. UA സംഭവം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ ട്രാൻസ്ലേഷൻ കഴിയുമ്പോഴാണ് ഫൈനൽ ആയിട്ടുള്ള ജനറ്റിക് എക്സ്പ്രഷൻ, ജീൻ എക്സ്പ്രഷൻ ഫൈനലി ഫങ്ഷണൽ ആയിട്ടുള്ള, അതായത് DNA ഇങ്ങനെ സീക്വൻസുകളും ഇൻഫർമേഷനും ഉണ്ട്, അത് ഫങ്ഷൻ ആവണത് അതൊരു പ്രോട്ടീൻ ആയിട്ട് മാറുമ്പോഴാണ്. അതിനെയാണ് ജനറ്റിക് എക്സ്പ്രഷൻ, ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ, സെക്കൻഡ് സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അതിന് വേണ്ടത് മെച്യൂർ ആയിട്ടുള്ള mRNA, മറ്റേ സ്പ്ലൈസിങ്ങും ക്യാപ്പിങ്ങും ടെയിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മെച്യൂർ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വരും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന്. അത് വന്നു കഴിഞ്ഞാൽ റൈബോസോംസിന്റെ 2 യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ അത് മൂവ് ചെയ്യണതിനനുസരിച്ച് റീഡ് ചെയ്ത് പോണു. അപ്പൊ ഓരോ ട്രിപ്ലെറ്റ് കോഡോൺ അനുസരിച്ചിട്ടുള്ള അമിനോ ആസിഡ്സിന് ഓരോരോ tRNA കൊണ്ടുവന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഗ്രോയിങ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ, ദാറ്റ് മീൻസ് പ്രോട്ടീൻ is produced. Finally, when ribosome reaches the stop codon, the translation process is stopped and the ribosomes will dissociate, and also the completed polypeptide അല്ലെങ്കിൽ protein will be released. അത്രയാണ് ട്രാൻസ്ലേഷൻ. ഇതോടുകൂടിയാണ് ആ ജീൻ എക്സ്പ്രഷൻ ഈസ് കംപ്ലീറ്റഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ.